മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതെ കാശ്, എന്നാൽ അതിൻ്റെ കൂടെ നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് കൂടെ ആയാലോ. ഒരു അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയും അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചില്ലി ചിക്കനും നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ടോ. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണമെങ്കിൽ എനിക്ക് കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PMR ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ കസിൻസ് കൂടി കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിരുന്നു, ഒരു ബൈക്ക് റൈഡ് പോയിരുന്നു. ആ സമയത്ത് നമ്മൾ ലൈഫ് ഓഫ് നിയാദാണ് ഈ സ്പോട്ടുകളെ പരിചയപ്പെടുത്തിയത്. തമിഴ്നാട് ഗൂഡല്ലൂർ മൈസൂർ റോട്ടിലായിട്ട് വരുന്ന ജോൺ പോൾ ബിരിയാണി കോർണർ, ജോൺ പോൾ JP ബിരിയാണി സെൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 10 മണി 10:30 ആയിട്ടുള്ളൂ. 11 മണിയാണ് ഫുഡ് എത്താമെന്ന് പറഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഓരോ വണ്ടിയിൽ സാധനം എത്തി. സംഭവം ചെമ്പും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമർ കേട്ടോ. അപ്പോൾ നമുക്കുള്ള ഓർഡറും കാര്യങ്ങളും അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫുള്ളിൻ്റെ ക്വാണ്ടിറ്റി എന്നല്ലേ കാണുന്നത്, ഹാഫാണ്. ഹാഫിനാണ് ഇത്രയും ക്വാണ്ടിറ്റി കാണുന്നത്. ഒരു പീസ് ചിക്കനും ഇത്രയും റൈസും ഒരു ഹാഫിൽ തന്നെയാണ് കാണുന്നത്. അതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഴൻ്റെ ഇലയിൽ ചൂടാക്കി അത് സെറ്റാക്കി ഇതുപോലെ പൊതിഞ്ഞ് തരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്നുകൊണ്ട് നല്ല ചൂടോടുകൂടി തന്നെ സാധനം നമുക്ക് കഴിക്കാൻ പറ്റിട്ടോ. അപ്പോൾ പാർസലാക്കിയിട്ട് അവിടെ നിന്ന് കഴിക്കുകയല്ല, പാർസലാക്കിയിട്ട് കൊണ്ടുപോയി ചെയ്യുന്നത്. ഞങ്ങൾക്ക് വഴിയിലെവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 11 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാമല്ലോ. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല പൊരിച്ചുകൊണ്ടിരിക്കട്ടെ, നല്ല ചൂട് ചില്ലി ചിക്കൻ അത് അവർ അതേപോലെ വായലിൽ പൊതിഞ്ഞ് പാർസലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫ് ഓഫ് നിയാദാണ് ഈ സ്പോട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ തമിഴ്നാട് സ്റ്റൈലിലൂടെ ബിരിയാണി ഉണ്ട്. അപ്പോൾ അവനോട് തന്നെ ചോദിച്ചു നോക്കുക സംഭവം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബിരിയാണി എങ്ങനെയാണ് തമിഴ്നാട് സ്റ്റൈൽ എന്താ റേറ്റ് റേറ്റ് എത്രയാണ്? ഹാഫ് 100 രൂപ, ഫുള്ള് 150. ചിക്കൻ ചില്ലിയും ചിക്കൻ ചില്ലിക്ക് ക്വാർട്ടറിന് 60 രൂപ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മളവിടെ നിന്ന് പാർസലാണ് വാങ്ങിയിട്ടോ. പാർസൽ വാങ്ങി നമ്മൾ ഫോറസ്റ്റ് കടന്നിട്ടുണ്ട്. അടുത്തൊരു സ്പോട്ട് വന്നപ്പോൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിഹാദ് കഴിക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് അതിൻ്റെ സ്മെല്ലിന് അടിച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെത് വേഗം സ്കൂട്ടറിൽ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും അവനവൻ്റെ സ്കൂട്ടറിലും ബൈക്കിലേക്ക് ഇരുന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. റോഡ് സൈഡിൽ അത്രയ്ക്ക് വൃത്തിയില്ലായിരുന്നു. എന്നാലും വണ്ടിമേലേക്ക് ഇരുന്ന് നല്ല വായൻ്റെ പൊതിഞ്ഞ് സെറ്റായി കിട്ടിയോണ്ട് തന്നെ സുഖമായിട്ട് കഴിക്കാൻ പറ്റി. അതിൻ്റെ കൂടെ നല്ല ചില്ലി ചിക്കനും സെപ്പറേറ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതും കൂട്ടത്തിൽ ചേർത്തിട്ട് അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ആയിരുന്നു. അത് കുറച്ച് റൈസൊക്കെ എടുത്ത് അങ്ങനെ കഴിച്ചു നോക്കി. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എനിക്കിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് സാധാരണ നമ്മളെ ബിരിയാണി അല്ലാതെ വേറെ അതിൽ കഴിക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. അപ്പോൾ അടിപൊളി തന്നെ. പിന്നെ അതിൻ്റെ കൂടെ എടുത്ത് പറയാനുള്ളത് ഒരു മുട്ട ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ചിക്കൻ്റെ ഒക്കെ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലൊരു കുക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് പീസ് റൈസൊക്കെ എടുത്ത് കഴിക്കുമ്പോഴല്ല അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. എന്താ ഒരു മുട്ടയൊക്കെ എടുത്ത് അങ്ങനെ കടിച്ച് കഴിക്കുമ്പോൾ ബിരിയാണീൻ്റെ കൂടെ മുട്ട ഇട്ടാകുമ്പോൾ വേറെ വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ചില സ്ഥലത്തൊക്കെ ഉണ്ടാകാറുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ് ബിരിയാണിൻ്റെ കൂടെ മുട്ട. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നമ്മൾ ഷഹീമ് ബൈക്കിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അവനും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് സംഭവം അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റ് എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ സ്പോട്ട് മറക്കണ്ട. നമ്മുടെ തമിഴ്നാട് ഗൂഡല്ലൂർ മൈസൂർ റോട്ടിലായിട്ട് വരുന്ന ജോൺ പോൾ ബിരിയാണി കോർണർ.